പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചൊരു വിഷയമാണ്. വേറൊന്നുമല്ല. മാർട്ടിനെല്ലി ബ്രാഡ്ലിനെ പിടിച്ച് തള്ളിയ ഒരു കേസ്. ഇന്നലത്തെ മീഡിയയുടെ ഡിസ്കഷനും ഫാൻസിന്റെ റിയാക്ഷനും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം തോന്നി. ആസ് എ ഫുട്ബോൾ ഫാന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഭയങ്കര തെറ്റായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഒരു ഫുട്ബോൾ പ്ലെയർ ആ ഒരു പിച്ചിലുള്ളപ്പോൾ, അത് സ്പെഷ്യലി ഇൻ 93rd 94th മിനിറ്റ്, അതിപ്പോ മലപ്പുറത്തെ സെവൻസ് ഫുട്ബോൾ ആണെങ്കിലും പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ആഴ്സണൽ വേഴ്സസ് ലിവർപൂൾ ആണെങ്കിലും ഇമോഷൻസ് എല്ലാം സെയിം ആണ്. അറ്റ്മോസ്ഫിയറേ മാറുന്നുള്ളൂ. അപ്പൊ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഹീറ്റഡ് അപ്പ് ആയിട്ടുള്ള മൊമെന്റിൽ അത് നടന്നേക്കാം. അത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണ്. പക്ഷേ അത് നടക്കാതിരിക്കാനുള്ള ചാൻസുകൾ ചിലപ്പോൾ കുറവായിരിക്കും. അതിന് അദ്ദേഹം അപ്പോളജി പറയുകയും ചെയ്തു ഫോർമലായിട്ട്. കാരണം അദ്ദേഹത്തിന് അറിയണ്ടായിരുന്നില്ല അതൊരു അത്ര സിവിയർ ഇഞ്ചുറി ആണെന്നുള്ള കാര്യം. അപ്പോ ഈ ഫാൻസും പിന്നെ ഇംഗ്ലീഷ് മീഡിയ, ലോകത്തിലെ ഏറ്റവും ഹൂളിഗൺസ് ആയിട്ടുള്ള ഫാൻസുള്ള ഇംഗ്ലീഷ് മീഡിയ തന്നെ ഇത്രയും ഹൈപ്പ് ചെയ്തത് പറയണം. അത് കണ്ടപ്പോ എനിക്ക് തോന്നി അത് ശരിയല്ലാന്ന് തോന്നി. ഇത് സമാനമായ വേറൊരു ഇൻസിഡന്റ് നടന്നു. ഡിയോഗോ സിമോണി പിന്നാലെ നടന്നിട്ട് വിനീഷ്യസ് ജൂനിയറിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് മാച്ചിൽ 50 മിനിറ്റ്. ഫ്ലോറന്റിനോ പെരസ് നിങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെയാണ് റിയൽ ഇൻസിഡൻസ്. അതിന് അപ്പോളജി ഒന്നും വന്നിട്ടില്ല. അതിപ്പോഴും അത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ലഡ്ജിങ്. അപ്പൊ ഒരു മാനേജർ ഒരു പ്ലെയറിനോട് ചെയ്യുന്നതിനേക്കാളും കൂടുതലൊന്നും അവിടെ മാർട്ടിനെല്ലി ബ്രാഡ്ലി ആയിട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അങ്ങേര് അപ്പോളജി ചെയ്തു. ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോ ഇനി അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു.